ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 26ാമത്തെ ശ്ലോകം നോക്കാം. അജ്ഞാനസജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്വൗ നാമ നാന്യൗ സ്തഋതജ്ഞഭാവാത് അജസ്രചിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. അജ്ഞാനസജ്ഞൗ, അജ്ഞാനം കൊണ്ട് സജ്ഞയോടു കൂടിയവ എന്നത്, അറിവില്ലായ്മ കൊണ്ട് ഒരു പേരിന് മാത്രം ഭവബന്ധമോക്ഷൗ. ഭവബന്ധം എന്ന് പറഞ്ഞാൽ ഈ സംസാര ബന്ധം, മോക്ഷൗ അതുപോലെ അതിൽ നിന്നുള്ള വിടുതൽ, ആ മോക്ഷവും, അതായത് സംസാരം കൊണ്ടുള്ള ബന്ധവും മോക്ഷവും എന്ന ദ്വൗ നാമ, രണ്ട് പേരുള്ള, അപ്പോൾ സംസാരത്തോടുള്ള ഈ സംസാര സാഗരത്തിൽ വന്ന് പെട്ടുകഴിയുമ്പോഴുള്ള ബന്ധവും ബന്ധനവും അതിൽ നിന്നുള്ള മോക്ഷവും എന്നീ രണ്ട് നാമങ്ങളിലുള്ള നാന്യൗ സ്തഋതജ്ഞഭാവാത്. നാന്യൗ, ന അന്യൗ ആണ് നാന്യൗ. അന്യൗ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഭിന്നമായിട്ട്, ന എന്ന് പറഞ്ഞാൽ ഇല്ല. സ്തഋതജ്ഞഭാവാത്, സ്ത എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, ന സ്ത എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഋതജ്ഞഭാവാത്, ഋതം എന്ന് പറഞ്ഞാൽ സത്യം, ഋതജ്ഞം എന്ന് പറഞ്ഞാൽ ഋതജ്ഞഭാവാത്, ഋതജ്ഞം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്. അതായത് സത്യമായിട്ടും അതേപോലെ തന്നെ ആനന്ദമായും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാവത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അജസ്ര ചിത്യാത്മനി കേവലേ പരേ. അജസ്ര ചിത്യാത്മനി, അജസ്രചിതി ആത്മനി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അജസ്ര ചിത്യാത്മനി. അജസ്ര ചിതി എന്ന് പറഞ്ഞാൽ ആ ഒരു ജ്ഞാനമാകുന്ന സ്വരൂപവും, ആത്മനി എന്ന് പറഞ്ഞാൽ ആത്മാവിനെക്കുറിച്ച്. അപ്പോൾ ആത്മാവിനെക്കുറിച്ച് ജ്ഞാനമാകുന്ന സ്വരൂപം, ഭഗവാൻ എന്ന് പറയുന്ന സത്യമാണ്, ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനുമാണ്. അപ്പോൾ അത് ഉള്ളിൽ തെളിയുകയേ വേണ്ടൂ, ആ സത്യത്തെ അറിയുകയേ വേണ്ടൂ. അങ്ങനെ ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയും കേവലേ പരേ, കേവലേ എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമായിട്ടുള്ളത്, രണ്ടില്ലാത്തതായിട്ടുള്ളത്, അദ്വിതീയമായിട്ടുള്ളത്. പരേ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിലക്ഷണനുമായിരിക്കുന്ന ആ ആത്മാവിനെ കുറിച്ച്. വിചാര്യമാണേ, വിചാര്യമാണേ എന്ന് പറഞ്ഞാൽ ആലോചിക്കപ്പെട്ടത്, അതായത് അതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യപ്പെടുമ്പോൾ തരണാവിവാഹനി, തരണൗ ഇവ അഹനിയാണ് തരണാവിവാഹനി. തരണൗ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ, അഹനി ഇവ രാത്രിയും പകലുമെന്ന പോലെ ഈ സത്യവും ആനന്ദസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിരിക്കുന്ന ഭഗവാനിങ്കൽ തന്നെയാണ് അതിൽ നിന്നും ഭിന്നമല്ലാതെ ഭവസാഗരവും മോക്ഷവുമെല്ലാം ചേർന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതിൽ നിന്നും ഭിന്നമായിട്ട് മറ്റൊന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല. ഈ സംസാര ബന്ധം മോക്ഷം എന്നൊക്കെ പറയുന്നത് തന്നെ അജ്ഞാനം കൊണ്ട് അതിനെ രണ്ടായി കണ്ട് ഭ്രമിക്കുന്നതാണ്. ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും നടക്കുന്നത് ഒരേ തലത്തിലാണ്.
ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഈ ജനനവും മരണവും അല്ലെങ്കിൽ സംസാര ബന്ധവും മോക്ഷവും ഒരേ തലത്തിലാണ് നടക്കുന്നത്. എന്നാൽ ഈ പ്രതലം, ഈ തലം എവിടെയാണ്? ഇവിടെ നിത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള ആ ശുദ്ധ സത്വതത്വ ബോധത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ലയിക്കുന്നത്. അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന ഈ സംസാര സാഗരവും ബന്ധവും മോക്ഷവും എല്ലാം അജ്ഞാനം കൊണ്ടുണ്ടെന്ന് തോന്നുന്നത് മാത്രമാണ്. ഇതൊന്നിൽ തന്നെ ഉണ്ടായി എന്ന് തോന്നുന്നു, ലയിക്കുന്നതും അതിൽ തന്നെ. അതായത് അതിൽ നിന്നും ഭിന്നമായിട്ട് ഇവിടെ വേറൊന്നും ഉണ്ടാകുന്നില്ല, സംഭവിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സൂര്യനിൽ എപ്രകാരമാണോ രാത്രിയും പകലും ഉണ്ടാകുന്നത്, സത്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ആ സൂര്യൻ്റെ ചലനം നിമിത്തം രാത്രിയും പകലും ഉണ്ടാകുന്നു എന്ന തോന്നൽ മാത്രമാണ്. സൂര്യൻ്റെ വെളിച്ചം വീശുമ്പോൾ പകലാണെന്ന് പറയുന്നു, ആ വെളിച്ചം കിട്ടാത്തിടത്ത് രാത്രിയാണ് എന്ന് പറയുന്നു. അപ്പോൾ രാത്രി പകല് എന്ന രണ്ട് പ്രതിഭാസം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എല്ലാം ഒന്നിൽ തന്നെ, ഒന്നിൻ്റെ ചലനത്തിൻ്റെ മായ കൊണ്ട് തോന്നിപ്പിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഭഗവാൻ എന്ന സത്യത്തിൽ ഉണ്ടാകുന്നുവെന്നും ലയിക്കുന്നുവെന്നും തോന്നിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ട് ഇവിടെ യാതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം രാത്രിയുമില്ല, പകലുമില്ല. അല്ലെ, സൂര്യനിൽ നമുക്ക് ഇരുട്ടിനെ കാണാനാവില്ല. അതെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് പ്രകാശിക്കുന്നത് കൊണ്ട് പകലുണ്ടാവുകയല്ല. അതിൻ്റെ പ്രകൃതിയുള്ള ഗുണം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ, സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അത് പ്രകാശിതമായിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ മായ കൊണ്ട്, അതിൻ്റെ ചലനങ്ങൾ കൊണ്ട് മായയിൽ പെട്ടുകിടക്കുന്ന നമുക്ക് ആ പ്രകാശം അനുഭവമാകുമ്പോൾ പകലെന്നും അത് അനുഭവപ്പെടാത്തപ്പോൾ രാത്രി എന്നും നമ്മൾ നാമകരണം ചെയ്ത് രണ്ട് നാമങ്ങൾ കൊടുത്ത് അതിനെ പറയുന്നു എന്ന് മാത്രം. സൂര്യന് രാപ്പകലുകളുടെ ഭേദമില്ല. ഇതുപോലെയാണ് പരമമായ സത്യത്തിൽ. അവിടെ ജ്ഞാനവും അജ്ഞാനവും ഇല്ല, അവിടെ ഒന്നേയുള്ളൂ. ആ പരമമായ ശുദ്ധ സത്യ തത്വബോധം മാത്രമേയുള്ളൂ. ആ ബുദ്ധമുക്ത ജ്ഞാനസ്വരൂപനിൽ മറ്റുള്ളവയൊക്കെ അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നുവെന്നും ലയിക്കുന്നുവെന്നുമുള്ള രണ്ട് ഭാവങ്ങൾ അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ്. എപ്രകാരമാണോ ഒരു ജലത്തിൽ കുമിളകൾ ഉണ്ടാകുന്നതും അതിൽ തന്നെ ലയിച്ചു ചേരുന്നതും, ഇതേപോലെ ജലത്തിൽ നിന്നും കുമിളകൾ ഭിന്നമല്ലാത്തതുപോലെ ആ ഭഗവാൻ എന്ന പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ളതല്ല ഒരു സൃഷ്ടിയും ഇവിടെ. അതിൽ നിന്നും കുമിള പോലെ മുളച്ചു പൊങ്ങുന്നുവെന്ന് തോന്നുന്നു, അതിനോട് തന്നെ ലയിക്കുന്നു. അതിൽ നിന്നും ഭിന്നമായിട്ടിവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭഗവാനാകട്ടെ ഈ സൂര്യനിൽ എപ്രകാരം രാപ്പകലുകൾക്ക്, രാത്രിക്കും പകലിനും യാതൊരു പ്രസക്തിയുമില്ലയോ, അപ്രകാരം തന്നെ ഭഗവാനിങ്കൽ ഈ സൃഷ്ടികൾക്കും അവയുടെ ലയനത്തിനും പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല. ഭഗവാൻ എന്നത് നിത്യ ബുദ്ധമുക്ത സ്വരൂപനായി എന്നും ഒരേപോലെ മാറ്റമില്ലാതെ നിലകൊള്ളുന്നവനാണ്. ആ ശ്ലോകം 26-ാമത്തെ ശ്ലോകം. അജ്ഞാനസജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്വൗ നാമ നാന്യൗ സ്തഹൃദജ്ഞഭാവാത് അജസ്രചിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഈ അജ്ഞാനസജ്ഞൗ ഭവബന്ധമോക്ഷൗ, ഈ ഔ മാത്രയിൽ വന്ന് നിൽക്കാൻ കാരണം തന്നെ രണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അജ്ഞാനവും ജ്ഞാനവും രണ്ട് ഭഗവാനിലില്ല, ഒന്നേയുള്ളൂ, പരമമായ സത്യം മാത്രം. അതിനെ നമ്മൾ ആ അറിവ് അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആ തത്വത്തെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ സത്യം മാത്രം. അതിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ജ്ഞാനവും അജ്ഞാനവും രണ്ട് നാമങ്ങളെടുത്ത് രണ്ട് ഭാവങ്ങളിൽ കാണപ്പെടുന്നത്. നമ്മൾ അഗ്നിയിലേക്കൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിയോട് ചേരുമ്പോൾ, അഗ്നിയെ അത് അനുഭവിച്ചു കഴിയുമ്പോൾ അഗ്നിയിൽ നിന്നും ഭിന്നമല്ലാതെയാകുന്നത് പോലെ, അത് സ്വയം അഗ്നിയായി മാറുന്നത് പോലെ ഭഗവാനെ അതിൻ്റെ പരിപൂർണമായ ഭാവത്തിൽ അതിനെ അനുഭവിക്കാനായി നമ്മൾ സ്വയം അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഭഗവാനും രണ്ടല്ലാതെയാകും. അപ്പോൾ ഇവിടെ ആ അജ്ഞാനം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവത്തിൻ്റെ തലം മാത്രമേ ഉള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ ഭഗവാനെ ഒരിക്കൽ അനുഭവിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പുറത്ത് നിൽക്കുമ്പോൾ സ്ഥൂല ശരീര രൂപത്തിൽ നമ്മൾ കാണുന്ന ഈ ഭഗവാൻ എന്നത് നമ്മളിൽ നിന്നും ഭിന്നമായ ഒന്നായി നിലനിൽക്കുന്നു. അപ്പോൾ ജ്ഞാനവും അജ്ഞാനവും രണ്ടായി അവിടെ കാണിച്ചിരിക്കുകയാണ്. അതിനാണ് ഔ എന്ന് കാണിച്ചിരിക്കുന്നത് എല്ലായിടവും. ഭവബന്ധമോക്ഷവും, ബന്ധവും മോക്ഷവും രണ്ടായിട്ട് അവിടെ പറയുമ്പോഴും അത് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ജലത്തിലെ കുമിള പോലെ ഉണ്ടാകുന്നു, ഇല്ലാതെയാകുന്നു. ബന്ധവും മോക്ഷവും ഒന്നിൽ തന്നെയാണ്. ഒന്നിൽ നിന്നും ഭിന്നമായിട്ട് ബന്ധവും മോക്ഷവും ഉണ്ടാകുന്നില്ല. ജലത്തിൽ നിന്നും ഭിന്നമായിട്ട് കുമിളയുണ്ടാകുന്നില്ല, കുമിളയ്ക്ക് വേറെങ്ങും ഒരു നാശവും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നിടത്ത് തന്നെയാണത് ലയിച്ചു ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് എന്ന് കാണിക്കാൻ, അതാണ് ദ്വൗനാമ എന്ന് പറഞ്ഞ് രണ്ട് കാണിക്കാനാണ് ഔമാത്ര കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ നാന്യൗ, ന അന്യവുമാണ്, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആകാരം. പിന്നെ അടുത്ത അജസ്രചിത്തി ആത്മനി, അജസ്രചിതി ആത്മനിയാണ് പദം പിരിക്കേണ്ട. ആകാരം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ആകാരം നീട്ടിയെടുക്കുകയും വേണം, ആത്മനി. പിന്നെ അടുത്തത് നാലാമത്തെ പാദത്തിൽ വരുമ്പോൾ തരണാവിവ ആഹനി, അവിടെ തരണൗ ഇവ അഹനിയാണ്, പദം പിരിക്കണ്ട. തരണാവിവ ആഹനി, ഇവിടെ അഹനി എന്നുള്ളതിൻ്റെ ആകാരം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.